Hello, everybody. Welcome back to Spanish with Lali. Time is precious. So, let's get started today's class. ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് സർ ഓർ എസ്താർ ആ രണ്ട് വെർബ് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ള കാര്യമാണ്. അപ്പോൾ കുറച്ചുകൂടെ അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നോക്കാം. സർ എസ്താർ രണ്ടിൻ്റെ അർത്ഥം ടു ബി എന്നാണ്. രണ്ട് ഡിഫറെൻ്റ് വേയിലാണ് ഇതിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സർ ജനറലായിട്ട് നമ്മൾ പറഞ്ഞാൽ സർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പെർമനൻറ്റ് സ്റ്റാറ്റസിനാണ്, ഒരു പെർമനൻറ്റ് കണ്ടീഷനാണ് നമ്മൾ സർ യൂസ് ചെയ്യുന്നത്. എസ്താർ ഒരു ടെമ്പററി, ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ ടു ബി എന്നാണ് അർത്ഥം. പക്ഷെ നമ്മൾ ഇപ്പോൾ പേഴ്സണൽ പ്രോനൗൺ ആയ ഐ, യു, ഷീ, ഹി, അവിടെ നമ്മൾ ഐ ടു ബി, ഷീ ടു ബി, ഹി ടു ബി എന്ന് പറയത്തില്ല. അവിടെ നമ്മൾ ഐ ആം, ഹി ഈസ്, യു ആർ. അപ്പം ആ ഒരു കോൺജുഗേഷൻ, ആ ഒരു ഹുക്കിങ് പേഴ്സണൽ പ്രോനൗണുമായിട്ടുള്ള മാച്ചിങ് ആണ് ഈ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത്. ഓക്കെ, അപ്പം സർ നമ്മൾ ഈ 5 1 2 3 4 5 6 കണ്ടീഷനിൽ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ, ഒക്യുപ്പേഷൻ, ക്യാരക്ടറിസ്റ്റിക്സ്, ടൈം, ഒറിജിൻ, റിലേഷൻ, ഡോക്ടർ. ഈ ഡോക്ടർ എന്ന് ഓർത്താൽ മതി. അപ്പം ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഐ ആം ലാലി, ഞാൻ എന്നെ ഒരു ഡിസ്ക്രൈബ് ചെയ്യണം. ഐ ആം ലാലി. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് സർൻ്റെ മാറ്റമാണ് ഐ ആയിട്ട് ഹുക്ക് ചെയ്യുമ്പോൾ. സോയ്, സറിൽ നിന്നുള്ളതാണ് സോയ്. സോയ് എന്ന് പറഞ്ഞാൽ ഐ ആം എന്നാണ്. ഐ അവിടെ ഉണ്ട്, അത് ജോയാണ്. ജോ സോയ് ലാലി, ജോ സോയ് ലാലി പെർഫെക്റ്റ്. ഇനി സോയ് ലാലി പെർഫെക്റ്റ്. സോയ് ലാലി എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ ജോ ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് നമ്മൾ സോയ് ലാലി എന്ന് പറഞ്ഞത്. പിന്നെ പറയാം സോയ് ആൾട്ട, ഞാനൊരു ടോൾ പേഴ്സണാണ്. അത് ഒരു എൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. സോയ് ആൾട്ട, ഞാനൊരു മെയിലാണ്. സോയ് ഓൾട്ടോ. ഓക്കെ, അതാണ് ഡിസ്ക്രിപ്ഷനിൽ വരുന്നത്. സർ എസ്താർ രണ്ടും ഒരു ഇറഗുലർ വെർബാണ്. ഇനി ഒക്യുപ്പേഷൻ എന്തായാലും അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സർ നിന്നുള്ള കോൺജുഗേഷനാണ്. സോയ് എൻഫെർമേറ, ഐ ആം എ നേഴ്സ്. ഇംഗ്ലീഷ് നമ്മൾ ഐ ആം എ നേഴ്സ് എന്ന് പറയും. സ്പാനിഷിൽ നമ്മൾ ആ എ അത് യൂസ് ചെയ്യാറില്ല. ജസ്റ്റ് സോയ് എൻഫെർമേറ. സി സോയ് യൂസ് ചെയ്യുന്നത് ഐ. ഇനി യു ആണെങ്കിൽ ഈ സോയ് മാറി എറേസ് എന്നാവും. എറേസ് എൻഫെർമേറ, ആർ യു എ നേഴ്സ്? നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. എറേസ് തൂവിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ സബ്ജക്ട് പ്രോനൗൺ ആകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് എറേസ് ആണ്. ഇവിടെ ഐ ആയതുകൊണ്ടാണ് സോയ് യൂസ് ചെയ്തത്. അപ്പോൾ ഓരോ സബ്ജക്ട് പ്രോനൗൺ വരുമ്പോഴത്തേക്കും മാറ്റങ്ങളുണ്ടാവും. ഇനി ഷീ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് യെസ് ആണ്. സി നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു പേഴ്സൻ്റെ ക്യാരക്ടറിസ്റ്റിക് പറയുമ്പോൾ നമ്മൾ സർ എന്ന വെർബാണ് യൂസ് ചെയ്യുന്നത്. സറിൻ്റെ മാറ്റം ഷീ ആയിട്ട് കുക്ക് ചെയ്യുമ്പോൾ യെസ്, ഇ എസ്, എസ്, ഇൻ്റലിജൻ്റ്. ഷീസ് ഇൻ്റലിജൻറ്റ്. ജോ, ഞാനാണെങ്കിൽ എസ് മാറി എന്ത് വരും? സോയ് വരും. സോയ് ഇൻ്റലിജൻ്റ്. നെക്സ്റ്റ് ടൈം അല്ലെങ്കിൽ ഡേറ്റ്. ടൈം എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, ഡേറ്റ് മാറിക്കൊണ്ടിരിക്കും. അതൊരു ടെമ്പററി ആയിട്ടല്ല അവർ കൺസിഡർ ചെയ്യുന്നത്. കാരണം പറയുന്ന ടൈം ഒരു ഫിക്സഡ് ആണ്, അല്ലെങ്കിൽ പറയുന്ന ഡേറ്റ് ഒരു ഫിക്സഡ്. ഇന്ന് മൺഡേ അല്ലെങ്കിൽ ഇന്ന് സൺഡേ, അത് ഫിക്സഡ് ആണ്. അതൊരു ടെമ്പററി ആയിട്ടല്ല അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സെറിൻ്റെ കോൺജുഗേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ യെസ് ലവൂന, ഇറ്റ് ഈസ് 1 o'clock. ഇവിടുത്തെ സബ്ജക്ട് പ്രോനൗൺ ഇവിടെ ഐ യു ഒന്നുമല്ല, ഇറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇറ്റിനും യൂസ് ചെയ്യുന്നത് യെസ് തന്നെയാണ്. ഈ എസ് എന്ന് പറയുന്നത് ഇറ്റ് യൂസ് ചെയ്യും. ഷീ എസ്, എയ എസ്, ഹി ഈസ്, എൽ എസ്, പിന്നെ ഉസ്തേഡ് ഫോർമൽ യു, അവിടെ നമ്മൾ യെസ് 4 പേർക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. കീപ്പ് ഇൻ യുവർ മൈൻഡ്. ഇറ്റ്, ഷീ, ഹി, ഉസ്തേഡ്, ഫോർമൽ. അപ്പോൾ എസ് ലവൂന, ഇറ്റ് ഈസ് 1 o'clock. ഇനി ഇന്ന് മൺഡേ ആണെന്ന് പറയുമെങ്കിലും അവിടെ ടുഡേ, ഓയ്, യെസ് ലൂണേസ്, ഇന്ന് മൺഡേ ആണ്. നെക്സ്റ്റ് ഒറിജിൻ അല്ലെങ്കിൽ നാഷണാലിറ്റി.
നമ്മുടെ ഒറിജിൻ അല്ലെങ്കിൽ നമ്മുടെ നാഷണാലിറ്റി എവിടെയാണ്? സോയ് ഇതല്ല, ഇന്ത്യ. ഐ ആം ഫ്രം ഇന്ത്യ. സറിൻ്റെ കൊഞ്ചുഗേഷൻ. നെക്സ്റ്റ് റിലേഷൻ, റിലീജിയൻ. Ella es mi mamá. She is my mother. റിലേഷൻഷിപ്പ്. അതുപോലെ él es mi hermano. He is my brother. See, él സബ്ജക്ട് പ്രോണൗൺ എല്ലായപ്പം അവിടെ യെസ് ഉപയോഗിച്ചു. ഇനി സോയ് കത്തോലിക്ക, ഞാനൊരു കത്തോലിക്കയാണ്, അപ്പോൾ അവിടെ സോയ് റിലീജിയൻ, അവിടെ നമ്മൾ യൂസ് ചെയ്യണത് സറിൻ്റെ കോൺജുഗേഷൻ. ഇനി അടുത്തത് എസ്താർ. എസ്താർ ഞാൻ പറഞ്ഞല്ലോ ടെമ്പററി ആയിട്ടാണ്. പൊസിഷൻ, ലൊക്കേഷൻ, ആക്ഷൻ, കണ്ടീഷൻ, ഇമോഷൻ, പ്ലേസ്. പ്ലേസ് ഓർത്താൽ മതി. ഇവിടെ നമ്മൾ ഡോക്ടർ, ഇവിടെ പ്ലേസ് ഈസി ആയിട്ട് ഓർക്കാൻ വേണ്ടിയാണ്. പ്ലേസ്, പൊസിഷൻ. എൻ്റെ പൊസിഷൻ ഇപ്പോൾ ഞാനിവിടെ സ്റ്റാൻഡ് ചെയ്യുവാണ്, ഇങ്ങനെ. എസ്തോയ് പരാത, ഐ എം സ്റ്റാൻഡിങ്, ടെമ്പററി ആണ്. അപ്പം ഞാൻ എസ്താറിൻ്റെ കൊഞ്ചുഗേഷനായ എസ്തോയ്, ഐ ആം. ജോ എസ്തോയ്, ജോ അവിടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ജോ ഇല്ലാണ്ട് വെറുതെ എസ്തോയ് പരാത എന്ന് പറഞ്ഞാൽ എസ്തോയുടെ അപ്പുറത്തൊരു ജോ ആണെന്ന് ഓട്ടോമാറ്റിക് അറിയാം. ലൊക്കേഷൻ, ഐ എം ഹിയർ. ഇതിൻ്റെ ലൊക്കേഷൻ ഇപ്പോൾ ഇവിടെയാണ്. എസ്തോയ് അക്കി, ഐ എം ഹിയർ. കാരണം ലൊക്കേഷൻ മാറിക്കൊണ്ടിരിക്കും, അതുകൊണ്ടാണ് നമ്മൾ എസ്തോയ് എസ്താറിൻ്റെ കൊഞ്ചുഗേഷൻ ഐയോട് കുക്ക് ചെയ്യുമ്പോൾ എസ്തോയ്. ആക്ഷൻ, ഞാനെന്താ ചെയ്യുന്നത്? എസ്തോയ് hablando. എസ്തോയ് hablando talking, ഐ എം ടോക്കിംഗ്. അപ്പോൾ എസ്തോയ് ഐ ആം, എസ്താറിൻ്റെ ആ ഐ ആം വന്നു. ഇനി കണ്ടീഷൻ, എൻ്റെ കണ്ടീഷൻ എന്താണ്? ഇപ്പോൾ ഞാൻ സിക്കാരി, അപ്പോൾ ഞാൻ പറയും എസ്തോയ് എൻഫെർമ. ഞാൻ ലേഡി ആയതുകൊണ്ട്, ഞാനൊരു ഫീമെയിൽ ആയതുകൊണ്ട് എസ്തോയ് എൻഫെർമ. മെയിൽ ആണെങ്കിൽ എസ്തോയ് എൻഫെർമോ, ഐ എം സിക്ക്. എൻഫെർമ, എൻഫെർമോ. നമ്മൾ ചോദിക്കാറ് ¿Cómo estás? How are you? See, estás. You. യുവിൻ്റെ എസ്തോയുടെ മാച്ചിങ് എസ്താസ്. അപ്പോൾ പറയാം എസ്തോയ് എൻഫെർമ അല്ലെങ്കിൽ എസ്തോയ് ബിയേൻ എന്ന് പറയുമ്പോൾ അതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് എസ്താറിൻ്റെ എസ്തോയ് എസ്താ അങ്ങനെയാണ്. ഇനി ഇമോഷൻ. എസ്തോയ് ഫെലിസ്, ഐ എം ഹാപ്പി. എസ്തോയ് ഫെലിസ്, ഐ എം ഹാപ്പി. ഞാനിപ്പോൾ ഹാപ്പിയാണ്, നാളെ ആയിരിക്കില്ല. അതുകൊണ്ട് ഞാൻ ടെമ്പററി ആയ എസ്താറിൻ്റെ എസ്തോയ് യൂസ് ചെയ്തു. ജോ എസ്തോയ് ഫെലിസ്. ഇനി ഞാൻ ജീവിതകാലം മുഴുവനും സന്തോഷവതിയായിട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്കവിടെ എസ്തോയ് കട്ടിയായിട്ട് സോയ് യൂസ് ചെയ്യാം. സോയ്, സോയ് ഫെലീസ്. എസ്തോയ് ആയാമാണ്, സോയ് ആയ. വ്യത്യാസം മനസ്സിലായാം. ഒരു പെർമനന്റ് കണ്ടീഷനിലാണെങ്കിൽ നമ്മൾ സോയ് ഫെലീസ്, എസ്തോയ് ഫെലീസ്. യൂഷ്വലി നമ്മൾ എസ്തോയ് ഫെലീസ്. കാരണം ഫെലീസ് സന്തോഷം എന്നുള്ള കാര്യം നമുക്ക് മാറി വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്കൊരു കുറച്ചുകൂടെ ഈ സർ എസ്താർ എന്ന ചലഞ്ചിങ് വെർബ് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഹാവ് എ നൈസ് ഡേ. ഹasta luego. ബൈ.